ഇന്ന് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നാട്ടിൻപുറങ്ങളിലും വായന അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമല്ല വായനയിലൂടെയും അറിവ് നേടിയ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്. വായന അത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഈ വായനാ ദിനത്തിൽ നമ്മോടൊപ്പം ഒരു പുതിയ അതിഥി പങ്കുചേരുന്നു. മലയാള സാഹിത്യത്തിൽ ആധുനിക ചെറുകഥാകൃത്തും അധ്യാപകനും 33ാമത് ഓടക്കുഴൽ ജേതാവുമായ ശ്രീ പി സുരേന്ദ്രനാണ് ഇന്നത്തെ അതിഥിയായി ഐഡിയൽ FM-ൽ എത്തുന്നത്. സർ, നമസ്കാരം. ഐഡിയൽ സ്കൂളിൽ സ്ഥിരം സന്ദർശകനാണല്ലോ അങ്ങ്. ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? ഐഡിയൽ സ്കൂളിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം. നമ്മുടെ ഈ പ്രദേശത്തെ മികച്ച വിദ്യാലയങ്ങളിലൊന്നാണ് ഐഡിയൽ സ്കൂൾ. അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഞാൻ എല്ലാ കൊല്ലവും ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമിന് അതിഥിയായിട്ട് അവിടെ വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വായനാ ദിനത്തോടനുബന്ധിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. 19-ാം തീയതിയാണ് വായനാ ദിനം. അതൊരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകളിലായിട്ടാണ് സ്കൂളുകളൊക്കെ നടക്കുക. ഞാനും കുറേയേറെ വിദ്യാലയങ്ങളിൽ ഈ വായനാ വാരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഞാനങ്ങനെ പുസ്തകങ്ങളൊന്നും ലഭ്യമായിരുന്ന ഒരു ഗ്രാമത്തിൽ നിന്നല്ല ഞാൻ വന്നത്. എൻ്റെ ജന്മദേശം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് പാപ്പിനിപ്പാറ എന്ന് പറയുന്നതാണ്. അവിടെ ലൈബ്രറി ഒന്നുമില്ല, പുസ്തകങ്ങൾ കിട്ടാനുള്ള ഒരു സാധ്യതയും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു നല്ല വായനയിലേക്കൊക്കെ വരുന്നത് എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് ഞാൻ വട്ടംകുളത്തേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ കുമരനെല്ലൂർ ഹൈസ്കൂളിൽ ഞാൻ 8ാം ക്ലാസ്സിൽ അവിടെ ചെന്ന് ചേർന്നു. 3 കൊല്ലം ഞാൻ കുമരനെല്ലൂർ ഹൈസ്കൂളിലായിരുന്നു. 8, 9, 10 അവിടെ നല്ല സാഹിത്യത്തിനൊക്കെ നല്ല വീരുള്ള സ്കൂളാണ്. നമ്മുടെ 2 ജ്ഞാനപീഠ ജേതാക്കളെ സൃഷ്ടിച്ച വിദ്യാലയമാണ് കുമരനെല്ലൂർ ഹൈസ്കൂൾ. അവിടെയായിരുന്നു MT വാസുദേവൻ നായർ, മഹാകവി വ്യക്തിത്വം. അവർ 2 പേരുടെയും വിദ്യാലയമാണ്. പിന്നീട് ഞാൻ സർക്കാർ സർവീസിലേക്ക് വന്നപ്പോൾ കുമരനെല്ലൂർ ഹൈസ്കൂളിൽ തന്നെ അധ്യാപകനായിട്ട് വന്നു. അതൊക്കെ അപൂർവമായിട്ടാണ്. പഠിച്ച വിദ്യാലയത്തിൽ തന്നെ അധ്യാപകനായിട്ട് വന്നു. ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ പല അധ്യാപകരും റിട്ടയർ ചെയ്തിരുന്നില്ല, അവരൊക്കെ ഉണ്ട്. ഞാൻ ഹൈസ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ നന്നായിട്ട് വായിക്കുമായിരുന്നു, വളരെ നന്നായിട്ട് വായിക്കുമായിരുന്നു. ആ വായനയാണ് എന്നെ എഴുത്തുകാരനാക്കി മാറ്റിയത്. ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വായന. ഈ വായനാ ദിനത്തിൽ ഞങ്ങൾ കുട്ടികൾക്ക് എന്ത് ഉപദേശമാണ് അങ്ങക്ക് തരാനുള്ളത്? അല്ല, വായനാ ദിനത്തിൽ നിങ്ങൾക്ക് തരുന്ന ഉപദേശം എന്ന് പറയുന്നത് വായിക്കാൻ ശ്രമിക്കുക, ചെറിയ ചെറിയ പുസ്തകങ്ങൾ. അപ്പം ഞാനൊക്കെ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴേക്ക് എന്നെ മികച്ച വായനക്കാരനായിട്ടൊക്കെ മാറിയിരുന്നു. ഇപ്പം അങ്ങനെയില്ല. വായന തീരെ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ഈ മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വരുന്ന വായനകളൊക്കെ ഉണ്ട്. ആ തരത്തിലുള്ള അനുബന്ധ വായനകളുണ്ട്. ഈ പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ആളുകൾക്ക് ഒരു ഇഷ്ടക്കുറവുണ്ട് എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ തരത്തിലും വായനയൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിലൂടെ കിട്ടുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ കിട്ടുന്നത് ഒക്കെ വായന തന്നെയാണ്. ആ നിലയ്ക്കൊക്കെ വായനയൊക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ കുട്ടികൾക്ക് ക്ലാസിക്കലായിട്ടുള്ള രചനകളെ പരിചയപ്പെടുത്താനായിട്ടുള്ള അവസരങ്ങളാണ് ഉണ്ടാവേണ്ടത്. എല്ലാം പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, വേദങ്ങൾ, അതേപോലെ തന്നെ എല്ലാ മതക്കാരുടെയും അവരുടെ വേദഗ്രന്ഥങ്ങൾ എല്ലാം വായിക്കണം. എല്ലാ മതത്തിനും മഹത്വമുണ്ട്, എല്ലാ വേദഗ്രന്ഥങ്ങൾക്കും മഹത്വമുണ്ട്. അപ്പം അത്തരം എല്ലാ കാര്യങ്ങളും അറിയണം. പിന്നെ ഈ മലയാളത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകളൊക്കെ എനിക്ക് തോന്നുന്ന ഒരു UP ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ വായിക്കാൻ പറ്റും. അത്രമാത്രം ലളിതമാണ്. എന്നാൽ വലിയ ആളുകൾക്കും വായിക്കാം. ഒരു 12ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്കും പൂർണ്ണമായും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഗ്രന്ഥകാരന്മാരുടെയും രചനകൾ ക്രമത്തിൽ വായിച്ചു പോവുക. ഇപ്പോൾ ഉറൂബ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരുപക്ഷെ മലയാള സാഹിത്യം രംഗത്തെ ഏറ്റവും വലിയ നോവലിസ്റ്റുകളിൽ ഒക്കെ ഒരാളായിരുന്നു. അദ്ദേഹം പൊന്നാനിക്കാരനാണ്. പൊന്നാനി താലൂക്കിലായിരുന്നു ഉറൂബിൻ്റെ സുന്ദരനും സുന്ദരന്മാരും പോലുള്ള വലിയ കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. പക്ഷേ
അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കും വായിക്കാവുന്ന ഒത്തിരി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല കഥകളും കുട്ടികൾക്ക് കൂടി വായിക്കാവുന്നതാണ്. അങ്ങനെ വലിയ എഴുത്തുകാരെ അവരെ ചെറിയ രചനകളിലൂടെ കുട്ടികൾക്കൊക്കെ വേണ്ടി അവരെഴുതിയിട്ടുള്ള രചനകളിലൂടെ ഒക്കെ ഈ വലിയ എഴുത്തുകാരെ പരിചയപ്പെടാൻ സാധിക്കണം. പിന്നെ ഒരു 11-12 ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ഇംഗ്ലീഷിലേക്ക് വായന തുടങ്ങാം. ഇംഗ്ലീഷിലേക്ക് പോകണം. ഇംഗ്ലീഷ് കൂടി വായിക്കാനായിട്ട് ശീലിക്കണം. അതിന് പറ്റുന്ന കുഞ്ഞ് പുസ്തകങ്ങളൊക്കെ കണ്ടെത്തണം. അപ്പോൾ ചിത്രപുസ്തകങ്ങളൊക്കെ ആയാലും നിങ്ങൾ കുട്ടികൾക്ക് ആ ചിത്രങ്ങളും ആസ്വദിക്കാം, ആ രചനയും നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ തരത്തിൽ അതന്നെ നിങ്ങൾക്ക് വായനാ വാരത്തിൽ നിങ്ങൾക്ക് തരാനുള്ള ഒരു വലിയ ഉപദേശം എന്ന് പറയുന്നത് ഈ തരത്തിൽ വായിക്കാം കേട്ടോ. അപ്പോൾ വലിയ എഴുത്തുകാരുടെ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള രചനകൾ വായിച്ചു തുടങ്ങി നിങ്ങളൊരു 11-ാം ക്ലാസ് 12-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മലയാളത്തിലെ മിക്കവാറും എല്ലാ എഴുത്തുകാരുടെയും രചനകൾ നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ഗ്രാജുവേഷനൊക്കെ പോകുമ്പോഴേക്കും എന്താണ് ഇംഗ്ലീഷിലേക്കൊക്കെ നല്ല രീതിയിലുള്ള വായന തുടരുകയും വേണം. ചൈനീസ് മാർക്കറ്റ് എന്ന ചെറുകഥാ പുസ്തകത്തിലാണല്ലോ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ചൈനീസ് മാർക്കറ്റ് എന്ന പേരിടാൻ കാരണം? ചൈനീസ് മാർക്കറ്റ് നിങ്ങൾ കുട്ടികൾക്കൊന്നും വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കഥയല്ല. അതിലെ ആശയമൊന്നും അങ്ങനെയല്ല. കുറേയേറെ രാഷ്ട്രീയ ആശയങ്ങളൊക്കെ കടന്നു വന്ന ഒന്നാണ്. ചൈനീസ് മാർക്കറ്റ് എന്ന് പേരിടാൻ കാരണം ആ പുസ്തകത്തിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ചില സൂചനകളുണ്ട്. ആ കഥ വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതിൽ കുട്ടികൾക്ക് അങ്ങനെ വിശദീകരിച്ച് തരാൻ പറ്റുന്നതല്ല. അതായത് ചൈനീസ് കളിത്തൂക്കുകളെ കുറിച്ചുള്ള പരാമർശം ഒരു രാഷ്ട്രീയ ആശയമൊക്കെ ആയിട്ട് അതിൽ കടന്നു വരുന്നതുകൊണ്ടാണ്. അതിനാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ചൈനീസ് മാർക്കറ്റിന്. അത് എൻ്റെ പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങളിൽ ഒന്നാണ്. പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് ജലസന്ധി എന്ന് പറയുന്ന ഒരു കഥാസമാഹാരത്തിനാണ്. കുറേയേറെ പുസ്തകങ്ങൾ എഴുതി. യാത്രാ പുസ്തകത്തിന് വീണ്ടും കിട്ടി. വീണ്ടും അക്കാദമി അവാർഡ് എനിക്ക് കിട്ടുന്നു. അത് യാത്രാ പുസ്തകമാണ്. ഗ്രാമപാതകൾ, ഇന്ത്യൻ യാത്രകളുടെ പുസ്തകം എന്നുണ്ട്. ഇന്ത്യയിലുടനീളം ഗ്രാമങ്ങളിലൂടെയൊക്കെ നടത്തിയ യാത്രയുടെ അനുഭവങ്ങളാണ് ഗ്രാമപാതകൾ എന്ന് പറയുന്ന പുസ്തകമായിട്ട് വരുന്നത്. ധാരാളം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി വലിയ കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും ആ പുസ്തകമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. സാർ കഥകൾ മാത്രമാണ് എഴുതാറുള്ളത്, കവിതകൾ എഴുതാറുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടി ഒരു കവിത ചൊല്ലാമോ? ഞാൻ കവിയല്ല, കവിതകൾ അങ്ങനെ എഴുതിയിട്ടില്ല. കവിയല്ല ഞാൻ. കഥ, നോവൽ, യാത്രാവിവരണം, നിരൂപണം അങ്ങനെയുള്ള മേഖലയിലാണ്. അപ്പം കവിത അങ്ങനെ ഞാൻ ചൊല്ലാൻ ഞാൻ കവിയല്ല. അങ്ങനെ എനിക്ക് കാവ്യാവിഷ്കാരങ്ങൾ എന്ന് പറയുന്നൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല കേട്ടോ. കവികളൊക്കെ അവിടെ ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ നല്ല കവികളായിരുന്നു. പി രാമേന്ദ്രൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. മിക്കവാറും ഞങ്ങൾ സമപ്രായക്കാരാണ്. അപ്പോൾ അവരൊക്കെ നല്ല കവികളായിരുന്നു. ഒരുപക്ഷെ അവരുടെയൊക്കെ മികച്ച കവിതകളൊക്കെ വായിച്ചതുകൊണ്ടായിരിക്കണം ഞാൻ കവിത എഴുതാൻ പോകാതിരുന്നത്. കാരണം എനിക്ക് വഴങ്ങില്ല എന്ന് എനിക്ക് തോന്നി. നമുക്ക് ഏത് മാധ്യമമാണോ വഴങ്ങുന്നത് അത് മാത്രം ചെയ്യാം. പാട്ട് പാടാൻ അറിഞ്ഞ് മാത്രമേ പാട്ട് പാടാവൂ, ഇല്ലെങ്കിൽ ഭയങ്കര ബോറായി പോകും കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനും ഓടക്കുഴൽ അവാർഡ് ജേതാവുമായ ശ്രീ പി സുരേന്ദ്രൻ സാറാണ് ഇന്ന് ഐഡിയൽ FM-ൽ പങ്കുചേർന്നത്. സാറിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഐഡിയൽ FM-ലേക്ക് പുതിയ അതിഥിയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങൾ കുട്ടികൾ ഇവിടെ വരുന്നതിലൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ആ ഐഡിയൽ FM-ൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ വായനാ വാര ആശംസകൾ നേരുക.